നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തിനാവും അമ്മ കാണണമെന്ന് പറഞ്ഞേ? വളർത്താനാണോ അതോ കൊല്ലാനോ? സംസാരത്തില് ആ പഴയ അമ്മയായിട്ടാ തോന്നിയത്. ഭരതേട്ടനോട് പറഞ്ഞിട്ട് പോയാലോ? അല്ലെങ്കിൽ വേണ്ട, വേറെ ആരെയും കാണാനല്ലല്ലോ, അമ്മയല്ലേ. പോയിട്ട് വരാം. ഇതുപോലൊരു ചതി ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മൈക്കിളെ. ഞാൻ അന്നേ അനിരുദ്ധനോട് പറഞ്ഞതല്ലേ, മോളെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട, ആപത്താണെന്ന്. എന്റെ മോളെ എനിക്ക് രക്ഷിക്കണം മൈക്കിളെ. അവളെ ഭാവി ഞാനാ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞ് സുഭദ്ര പിണങ്ങി അവളുടെ തറവാട്ടിലേക്ക് പോയി. എന്നെ കൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. അനിരുദ്ധന് മറ്റെന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. എന്റെ സഹോദരിക്ക് വേണ്ടിയാണ് മോളെയും കൊണ്ട് ഞാൻ ഈ കളിക്കിറങ്ങിയത്. എന്നിട്ടിപ്പോ അവളുടെ രണ്ടു മക്കളും സേഫായി, എന്റെ മോള് ജയിലുമായി. അപ്പോ സഹോദരി ഹാപ്പിയാണല്ലോ. അതെ മൈക്കിളെ, ഒന്നും ആലോചിച്ചാൽ അവളിപ്പോ ഹാപ്പിയാണ്. പക്ഷേ ഞാൻ അവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല. എനിക്കും എന്റെ മോൾക്കും ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ തന്നിട്ട് അവളിപ്പോ സന്തോഷത്തോടെ ജീവിക്കണ്ട. അതിനുള്ള പണിയൊക്കെ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബുദ്ധിപൂർവ്വം കളിച്ചോളാം. ഭരത്തിനെ എന്റെ കൈ കിട്ടിയാ ഞാൻ തന്നെ നോക്കിക്കോളാം. അവൻ ഒരിക്കലും സബ് ഇൻസ്പെക്ടർ ആകാതിരിക്കാനുള്ള പണി കൊടുക്കാനും എനിക്കറിയാം. എന്തു ചെയ്തിട്ടാണെങ്കിലും എന്റെ പെങ്ങളുടെ കുടുംബം നശിക്കണം, ഭാവനയുടെ കുടുംബവും നശിക്കണം. എന്നാലേ എന്റെ സുഭദ്ര തിരിച്ചു വരൂ. അനിരുദ്ധൻ ധൈര്യമായിട്ടിരിക്കെ. ആദ്യം മോളെ പുറത്തിറക്കാൻ നോക്ക്, ബാക്കിയൊക്കെ സാഹചര്യം പോലെ നമുക്ക് ചെയ്യാം. ശരി മൈക്കിളെ, എപ്പോ എന്താവശ്യം വന്നാലേ എന്നെ വിളിക്കണം. ഞാൻ എന്നെ കൊണ്ടാവുന്ന സഹായം ചെയ്യാം. ഓക്കെ അനിരുദ്ധ, ഓക്കെ. ഇനി ഒരിക്കലും നിന്റെ മുഖത്ത് പോലും നോക്കരുതെന്ന് ആഗ്രഹിച്ചോളാം ഞാൻ. പിന്നെ എന്തിനാ ഇപ്പൊ എന്നെ കാണുമെന്ന് പറഞ്ഞ്? ഇപ്പോഴും തർക്കുത്തരത്തിന് ഒരു കുറവുമില്ലല്ലേ? സ്വന്തമായിട്ട് കോടികളുടെ ആസ്തിയുള്ള നിന്റെ ഏട്ടൻ വാടക വീട്ടിലേക്ക് പോയത് കണ്ടല്ലോ. എന്നോട് വേല കാണിച്ച ഇതായിരിക്കും അവസ്ഥ. എനിക്ക് അഭിയേട്ടനൊന്നും അമ്മ ഒന്നും തരണ്ട, എല്ലാം അമ്മ തന്നെ അനുഭവിച്ചോ. അമ്മ എന്തിനാ കാണുമെന്ന് പറഞ്ഞ് അതാദ്യം പറ. ആ വിജയപത്മനും ജാനകിയും അവിടെ വന്ന് താമസിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. സത്യമാണോ? അതെ, ഭാവനേച്ചിയ അവരവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നേ. ഈ ഭാവനയ്ക്ക് എന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? എന്ത് കണ്ടിട്ട് അവരെ ആ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നേ? ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇടപെടാൻ പോവാറില്ല അമ്മേ. ഇതൊക്കെ അവരുടെ കുടുംബകാര്യമല്ലേ. അതെന്താ, നീ ആ കുടുംബത്തിലല്ലേ താമസം? കയ്യിലിരുന്ന കാശെല്ലാം കൊണ്ട് കളഞ്ഞിട്ട് ഭാവനയുടെ വീട്ടിൽ അഭയം തേടാൻ വരണമെങ്കിൽ എന്തായിരിക്കും വിജയപത്മന്റെ ജാനകിയുടെ അവസ്ഥ? എന്തായാലും അവരൊക്കെ ഉള്ള വീട്ടില് നീ താമസിക്കുന്നത് നല്ലതിനല്ല. പിന്നെ ഞാൻ എവിടെ പോവാനാ? ഭരത്തേട്ടൻ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റൂ. ഒരു ഭാരത്തേട്ടൻ, അവന്റെ പേര് കേൾക്കുന്നത് എനിക്ക് ദേഷ്യമോ. എന്നാ പിന്നെ അമ്മ കേക്കണ്ട. ഭരത്തേട്ടന് ഇഷ്ടമല്ലാത്ത അമ്മ എന്നെ കാണാൻ വന്നിട്ടും ഒരു കാര്യമില്ല. ആ, ഇപ്പൊ നീ നന്നായിട്ട് സംസാരിക്കാനൊക്കെ പഠിച്ചല്ലോ. ഞാനിപ്പോ പഠിച്ചൊന്നും അല്ല അമ്മേ, അമ്മയിൽ നിന്നാ ഞാൻ സംസാരിക്കാൻ പഠിച്ചേ. എവിടെ പറഞ്ഞ് ജയിച്ചോളണം കേട്ടോ. ആ, ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. മോളായി പോയില്ലേ. പിന്നൊരു കാര്യം, ഞാൻ നിന്നോട് മിണ്ടാൻ വന്നെന്ന് കരുതി ആ അഭിയെ ഞാൻ കാണാൻ പോവില്ല. ആ ഭാമയോട് എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട്. അമ്മയ്ക്ക് സ്വന്തം മക്കളോടുള്ള വേർതിരിവും ദേഷ്യവും വേണം ആദ്യം മാറ്റാൻ. എന്താ, നീ എന്നെ ഉപദേശിക്കാണോ? എന്നാ അത് വേണ്ട. ഞാൻ ഉപദേശിച്ചതൊന്നും അല്ല അമ്മേ, കാര്യം പറഞ്ഞതാ. ഭാമീച്ചിയുടെ അഭിയേട്ടന്റെ കുഞ്ഞു വളരേണ്ടത് നമ്മുടെ വീട്ടിലല്ലേ. അതിന് ഞാൻ അവരോട് അങ്ങോട്ട് വരണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പേടിച്ചിട്ടാണമ്മേ അഭിയുടെ ഭാമീച്ചി അവിടേക്ക് കൊണ്ടുവരാത്തത്. ഞാനിനി ഒന്നും പറയുന്നില്ല, അമ്മ തന്നെ എന്താന്ന് വെച്ചാ തീരുമാനിക്കും. എന്തായാലും ഇന്ന് ഞാൻ അങ്ങോട്ടൊന്ന് വരുന്നുണ്ട്. അക്കാര്യം നിന്നോടൊന്ന് സംസാരിച്ചിട്ട് തീരുമാനിക്കാന്നാ കരുതിയേ. അതാ വിളിച്ചത്. ആ, തൽക്കാലം ഇത് ആരോടും പറയണ്ട. അമ്മ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് വരുന്നേ? എന്താ, എന്റെ 2 മക്കളും ചെന്ന് കയറിയ വീട്ടിലേക്ക് എനിക്ക് വരണ്ടേ? ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും അല്ല വരുന്നത്. എനിക്ക് ഗായത്രി ഒന്ന് കാണണം. എന്തിനാ കാണാൻ വരുന്നേന്നേ ഞാൻ അപ്പൊ പറയാം. എന്നാ നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം.
ഡേ, നിനക്ക് കാശ് വല്ലതും വേണോ? വേണ്ട. മോളെ, എങ്ങനെയുണ്ട് ആന്റി? നന്നായിട്ടുണ്ട്. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഓഫീസിൽ പോകുന്നല്ലേ, ഒരു കുറവും വേണ്ടെന്ന് വിചാരിച്ചു. ഇങ്ങനെയൊന്നും പോരാ, ഇതിലും അടിപൊളിയായിട്ട് വേണം ഓരോ ദിവസം ഓഫീസിൽ പോവാൻ. ആ, അപ്പൊ പിന്നെ ആന്റിക്ക് ചെലവ് കൂടും. കൊറേ ഡ്രസ്സ് വാങ്ങി തരേണ്ടി വരും. മോക്ക് എത്ര ഡ്രസ്സ് വേണം? ഞാൻ വാങ്ങിത്തരാം. ആന്റി, ഇനി മുതൽ ആന്റി പറയുന്ന പോലെ ഞാൻ സൂര്യയോടൊപ്പമായിരിക്കും ദിവസവും പോകുന്നത്. അതങ്ങനെ തന്നെയാണല്ലോ. അല്ലാതെ നിന്നെ വേറെ ആരാ കൊണ്ടുപോവാൻ? സൂര്യ എന്നും ഓഫീസിൽ പോകാറില്ലല്ലോ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? കഴിയുന്നതും സൂര്യയെ കൂടി കൊണ്ടുപോകാൻ നീ നോക്കണം. അത് നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. അത് ഞാൻ ഏറ്റു ആന്റി. നീ ഇവിടെ റെഡിയായി, പക്ഷെ സൂര്യ അവിടെ റെഡിയായിട്ടില്ല. ആഹാ, അത് ശരി. എന്നോട് നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഇപ്പോൾ സൂര്യ, മാനസക്ക് ഏത് സെക്ഷനിലേക്കാ ജോലി? ആദ്യം ഓഫീസിനെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ, എന്നിട്ട് കൊള്ളാവുന്നൊരു പോസ്റ്റ് നൽകാം. ആദ്യമേ ഭാരിച്ച ചുമതലകളൊന്നും ഏൽപ്പിക്കാതിരിക്കുന്ന നല്ലത്. അത് മതി. എന്തായാലും ആള് മേടിക്കുക, ഒരു ഉത്തരവാദിത്തമൊക്കെ ഉണ്ടാവും. സൂര്യ, ആഹാ, എന്താ സൂര്യ ഇത്? ഇനിയെങ്കിലും റെഡി ആയിക്കൂടെ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഇനി ഈ ഡ്രസ് ഒന്ന് മാറിയാ മതി. ആ, എന്നാ പിന്നെ വേഗം ആവട്ടെ. ദേ നോക്ക്, എന്റെ ഫസ്റ്റ് ഡേയാ, താമസിക്കാൻ പാടില്ലെന്ന ആന്റി പറഞ്ഞത്. ഒരു 5 മിനിറ്റ്, ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറട്ടെ. ആ, നോക്കട്ടെ, ഈ ഷർട്ടാണോ ഇടുന്നത്? വേഗം ഇട്ടിട്ട് വാ. അല്ല മാനസ, സൂര്യ സ്ഥിരം ഈ സമയത്ത് തന്നെയാ പോകുന്നത്. ആ, അതെ, ഇങ്ങനെ പോയാലേ ഉച്ചക്കേ ഓഫീസിലെത്തത്തുള്ളൂ. അല്ല, ഈ ഡ്രസ്സിൽ നിറച്ച് ചുളിവാണല്ലോ, ഇതാരാ അയൺ ചെയ്തേ? ഭാവനയാ. എന്താ ഭാവന? ശ്രദ്ധിക്കണ്ടേ? ദേ, സൂര്യ ഇങ്ങനെ നീറ്റ് ആൻഡ് ക്ലീൻ അല്ലാതെ പോയാ അതിന്റെ കുറച്ചില് ഭാവനയ്ക്ക് മാത്രമല്ല, കൂടെ പോകുന്ന എനിക്കും കൂടിയാ. ഞാൻ എന്തായാലും ഒന്നും കൂടി അയൺ ചെയ്തിട്ട് വരാം.